വൈകിട്ടായപ്പോൾ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു പൂതി പെട്ടെന്ന് തോന്നും കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഗോതമ്പൊടി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അട ഉണ്ടാക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. അട ഉണ്ടാക്കണമെങ്കിൽ വാഴല വേണം. വാഴലയാണെങ്കിൽ ഇവിടെ ഇല്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ തന്നെ നമുക്ക് എവിടെന്നെങ്കിലും പോയി പറിച്ചിട്ട് വരണം. അതൊക്കെ ആലോചിച്ചപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അട ഇല്ലെങ്കിൽ കൊഴുക്കട്ട, ഇത് രണ്ടും തമ്മിൽ ഷേപ്പിന് വ്യത്യാസമല്ലേ ഉള്ളൂ. അടയാകുമ്പോൾ പരത്തി എടുക്കണം, കൊഴുക്കട്ടയാകുമ്പോൾ ഉരുട്ടി എടുക്കണം. നേരത്തേക്ക് വൈകുന്നേരങ്ങളിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ യൂട്യൂബ് നോക്കി പുതിയ റെസിപ്പിയൊക്കെ കണ്ടുപിടിച്ച് ഇവിടെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പം കുറേ നാളായിട്ട് മടിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല. ഇതിപ്പോൾ പെട്ടെന്നൊരു തോന്നലിൽ ഉണ്ടാക്കിയതാണ്. അതിപ്പോൾ ഗോതമ്പൊടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് തീർന്നപ്പോഴേക്കും നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഗോതമ്പൊടി വേവുമ്പോൾ ഉള്ള മണം ഇഷ്ടമാണോ നിങ്ങൾക്ക്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ പ്രാവശ്യം ശർക്കര കുറച്ച് ചേർത്തത്, തേങ്ങ കുറച്ച് കൂടുതലും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പാകത്തിനുള്ള മധുരമായിരുന്നു. അങ്ങനെ മട്ടിക്കാൻ പാകത്തിനുള്ള മധുരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ചായ കുടിച്ച പാത്രവും അത് ഉണ്ടാക്കിയ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് കഴുകി വെച്ചു. രാത്രിയിലത്തേക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കറിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഓരോ സാമ്പാറൊക്കെ ഉണ്ടാക്കി കടുക് വറുത്തൊക്കെ ഒഴിച്ചു. നമുക്ക് ചോറിന് സാമ്പാറും മീൻ വറുത്തതുമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കൂടി ചോറുണ്ടു.